അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ വിഷുക്കണിയും കാര്യങ്ങളൊക്കെ ഇതാണല്ലേ ഏടായി. 5 തിരിയിട്ട് വിളക്കൊക്കെ കത്തിച്ച് രാവിലെ തന്നെ ഐശ്വര്യമായിട്ട് പോയി പ്രാർത്ഥിച്ച് തൊഴുത് കൈനീട്ടങ്ങളും കാര്യങ്ങളും വിഷുക്കൂടിയും എല്ലാവർക്കും ഉള്ള വിഷുക്കൈനീട്ടം കേട്ടോ. താങ്ക് യു. ചേട്ടാ എനിക്ക് വിഷുക്കൈനീട്ടം തന്നു. അപ്പൊ എല്ലാവർക്കും ഉണ്ട് കേട്ടോ വിഷുക്കൈനീട്ടം. കണ്ടോ കൈ നിറച്ച് അപ്പൊ എല്ലാവർക്കും ഉള്ള വിഷുക്കൈനീട്ടം ഉണ്ട്. നമ്മൾ ഈ പ്രാവശ്യം കണിക്കൊന്ന പൂവൊക്കെ വെച്ച് പിന്നെ ഇങ്ങനെയാണ് റെഡിയാക്കിയത് കേട്ടോ. ഓരോ പ്രാവശ്യം ഓരോ ഇതുണ്ടല്ലോ അല്ലേ. വലിയ കളിയൊന്നും ഒരുക്കാൻ പറ്റില്ല സാഹചര്യം അനുസരിച്ച്. അതെ നമുക്ക് ഉള്ള സാഹചര്യത്തിൽ ചെയ്തായത്. അതെ അതെ അതെ. പെട്ടെന്ന് ആ മരിച്ചു വീട്ടിൽ പോട്ട് വന്നപ്പോഴത്തേന് അവശതയായി പോയി. പനിയും കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ. അല്ല സത്യം പറഞ്ഞാൽ എല്ലാം വെക്കണമെന്നും ഇല്ല. 5 തിരിയിട്ട് വിളക്ക് കത്തിച്ച് ഭഗവാനെയും വെച്ച് ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചാൽ കഴിഞ്ഞു, അത്രേ ഉള്ളൂ എന്നാ പറയുന്നത്. പിന്നെ നമ്മുടെ ഒരു ഇതിന് നമ്മളെല്ലാം വെക്കുന്നു അല്ലേ. സന്തോഷം. ആ ഒരു വിശ്വാസം സന്തോഷമായിട്ട് എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു. സമൃദ്ധിയും എല്ലാം ആരോഗ്യ സിദ്ധിയും എല്ലാവരും ഉണ്ടാവട്ടെ. അടുത്ത വർഷവും തുടർന്നുള്ള വർഷങ്ങളിലും ഇങ്ങനെ എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റട്ടെ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ കേട്ടോ. ഹാപ്പി വിഷു. എന്ത് ദൈവമേ, നല്ല ഐശ്വര്യമുണ്ട് കാണാനായിട്ട്. കാര്യം വലിയ കാര്യത്തിൽ ഉള്ള ഒരുക്കമല്ല, ഒരുക്കിയെങ്കിലും നല്ല ഭംഗിയുണ്ട്. ഭയങ്കര ഒരു ചൈതന്യ ഐശ്വര്യമുണ്ട് അല്ലേ ഏട്ടായി. അതാ ചേട്ടായി പണ്ടത്തിന് നേരം വെച്ച് ചെയ്തതാണ് കേട്ടോ സത്യം പറഞ്ഞ. അതെ വിഷുക്കണി വെക്കുന്നില്ല എന്നാന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ മൊത്തം അട്ട കിടപ്പായി പോയി, ബെട്ടേ തെണിയിട്ടിട്ടില്ല. അതുകൊണ്ടാണ് നമുക്കിന്ന് വീഡിയോ. അതെ കഞ്ഞിയും വേറും അത് ഇന്നലെ എങ്ങനെയാ വെച്ചതെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അത്ര അവശതയായിപ്പോയി സത്യം പറഞ്ഞാല്. അതുകൊണ്ട് വിഷു ഒന്നും ആഘോഷിക്കുന്നില്ല. ശ്വാസം മുട്ടല്ലോ. അതെ ഒട്ടും വയ്യണ്ടായി പോയി. അത്ര മതി, അത് മതി. ചേട്ടായി കുളി കഴിഞ്ഞ് വന്ന് മഞ്ഞത്തിന് നേരം വെച്ച് ഇത്രയും റെഡിയാക്കി. അത് തന്നെ ഒരു ഐശ്വര്യം, സന്തോഷം. വിഷു ആശംസകൾ. നല്ലൊരു വിഷു ആണെങ്കിലും നമുക്ക് കടയിൽ പോക്ക് നിർത്തത്തില്ല അല്ലേ ഏട്ടായി. കാരണം വിഷുവിനും ഓണത്തിനും അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ തിരക്ക് കൂടുതലാണ്. ഇപ്പൊ പുതിയ ഷർട്ടൊക്കെ മകള് മേടിച്ചു കൊടുത്തൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ട്. ഞാൻ 2 ടീഷർട്ട് വാങ്ങിച്ചു വെച്ചു സന്തോഷത്തിയൊക്കെ കൂടെ. അത് പോയപ്പോ രണ്ടും വരുതാ. അതിട്ടിട്ട് കളി റപ്പായപ്പോടെ കളി പറഞ്ഞിട്ട് എന്നെ ചിരിയായിരുന്നു. ഇന്ന് 1-ാം തീയതി ആയിട്ട് എന്നെ രാവിലെ കളിയാക്കാനില്ല. റപ്പായി മത്തായിയപ്പോടെ കിടന്ന് പറഞ്ഞ. അപ്പൊ അതിനി സിന്ധുവിൻ്റെ കൊണ്ട് കൊടുക്കണം ഒന്ന് മാറിക്കൊണ്ട് വരാൻ. അത് മേടിച്ചുകൊണ്ട് വെച്ചിട്ട് കുറേ ദിവസമായതാ. അപ്പം ചേട്ടായി ഇതേ പോകുന്നു. വിഷുവിനൊക്കെ ഇച്ചിരി കച്ചവടമുള്ളത് അന്നേരം പോകാതിരിക്കുന്ന മോശമല്ലേ എടീന്ന് പറയും. വിഷുവിനും ഓണത്തിനും ക്രിസ്മസിനും എല്ലാം ചേട്ടായി പോകും കേട്ടോ. അപ്പോൾ ചേട്ടായി പോട്ടെ, ഞാൻ എൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കട്ടെ. എന്നോട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും വിഷുവൊക്കെ അടിച്ചു പൊളിച്ചോ? എനിക്ക് വിഷു ഒന്നും അടിച്ചു പൊളിക്കാൻ പറ്റിയില്ല. എനിക്ക് പനി പിടിച്ചു ഗെയ്സ്. പനി പിടിച്ച് എന്താ പറഞ്ഞ അവശതയായിപ്പോയി. 2 ദിവസം അട്ട കിടപ്പായിരുന്നു. ബെട്ടേന്ന് എണീറ്റിട്ടില്ലെന്ന് വേണേൽ പറയാം. അത് ഈ മോണക്ക് കിടപ്പ്. അതുകൊണ്ട് എനിക്ക് വിഷു ഒന്നും കാര്യമായിട്ട് ആഘോഷിക്കാനായിട്ട് പറ്റിയില്ല. പക്ഷേ വലിയ വിഷു ആഘോഷിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വലിയ വിഷമോ സങ്കടമൊന്നുമില്ല. കാരണം ചേട്ടായി രാവിലെ എണീറ്റ് കുളിച്ച് ഐശ്വര്യമായിട്ട് വിളക്കൊക്കെ കത്തിച്ച് എന്നെ വിളിച്ച് കാണിച്ച് എന്താ പറയുന്നത്, നമ്മുടെ കൂടെയുള്ള പങ്കാളി നമുക്ക് എന്തെങ്കിലും ഒരു വയ്യാഴിക ഉള്ളപ്പോഴോ അല്ലെങ്കിൽ നമുക്കൊരു സാഹചര്യം പറ്റാത്ത ടൈമൊക്കെ ഉണ്ടല്ലോ, സ്ത്രീകളല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ടൈമിൽ നമ്മളെ ചേർത്ത് പിടിച്ച് നമ്മുടെ എന്താ പറയുന്നത് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുമ്പോഴും ഒരു പ്രത്യേക വൈബല്ലേ. അന്ന് പറഞ്ഞോടൊക്കെ ചേട്ടായി രാവിലെ തന്നെ എണീറ്റ് വിളക്കൊക്കെ കത്തിച്ച്, ചേട്ടായിക്ക് വയ്യ, ഭയങ്കര ചുമയായിരുന്നു. എങ്കിലും ചേട്ടായി എല്ലാം ചെയ്ത് എന്നെ വിളിച്ച് കാണിച്ച് കൈനീട്ടമൊക്കെ തന്ന് അങ്ങനെയൊക്കെയാണ് പോയത് കേട്ടോ, കടയിലോട്ട് പോയത്. അപ്പം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം എല്ലാവരും ചേച്ചിയും ആങ്ങളമാരും അമ്മയും ഒക്കെ വന്നിങ്ങനെ നമ്മളെല്ലാവരോടും ഇങ്ങനെ സന്തോഷമായിട്ട് കൂടിയതുകൊണ്ട് വലിയ വിഷമവും കാര്യങ്ങളും ഒന്നും തോന്നിയില്ല. എനിക്ക് നന്നായിട്ട് പിന്നെ ശ്വാസം മുട്ടുന്ന മാതിരിയും ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ കൊണ്ട് തൊണ്ടയ്ക്കും നല്ല വേദനയുണ്ട്.
ഈ പനി വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ജലദോഷം കാരണം എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുക. അതുകൊണ്ടൊക്കെ തന്നെ ജലദോഷം എന്ന് വെച്ചാൽ ഒന്നും പറയണ്ട, ഇത്രയും കഫം നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അത്രയും മുണക്ക് കഫം വരിക, അല്ലെ വെള്ളം മുണക്ക്. ഈസിനോഫിലിയും കൂടെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ വെള്ളം പോലെ മൂക്കിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് എനിക്ക് ഇന്നലെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് ഒന്നും പറ്റിയില്ല. ഇന്നലെ ഫുള്ള് കിടപ്പായിരുന്നു, ഇന്നലെ മിനിങ്ങാന്നും. ഇന്നിപ്പം ഞാൻ ഇച്ചിരി ചേട്ടായി പറഞ്ഞ എടി എങ്ങനെയെങ്കിലും നീ ഒന്ന് എണീറ്റിക്കുക, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കൂടി ഞാനിപ്പോൾ തല ഒക്കെ ഒന്ന് എണീറ്റ് ഇച്ചിരി ഉപ്പ് ഒക്കെ ഇട്ട് വെള്ളമൊക്കെ ചൂടാക്കി ഒന്ന് കുടിച്ചിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇതെനിക്ക് അമ്മ മേടിച്ച് തന്ന നൈറ്റിയാണ് കേട്ടോ. അമ്മ ഒരു നൈറ്റിയും പാവാടയും മേടിച്ചിട്ട് വന്നായിരുന്നു. പക്ഷെ അതിൻ്റെ വീഡിയോ അവൾ എടുത്തില്ലെന്ന് തോന്നുന്നു. എൻ്റെ ഈ കൊണ്ട് തന്നായിരുന്നു. അപ്പം ഞാൻ വിഷുവിന് കുളിച്ചിട്ട് ഇട്ടതാണ് കേട്ടോ. അപ്പം എന്നാ പറയുന്നത്, വിഷു ആഘോഷിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു വലിയ വിഷമവും വേദനയൊന്നുമില്ല. കാരണം എല്ലാവരും കൂടെ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഒത്തുകൂടിയായിരുന്നു. സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു കുറച്ച് ദിവസം മുമ്പ് വരെ. പിന്നെ നമ്മൾ ഇത്രയൊക്കെയെങ്കിലും സന്തോഷിക്കാൻ പറ്റുന്നില്ല ഒരു കണക്ക് പറഞ്ഞാൽ. അപ്പോൾ ഓരോ കുടുംബത്തെ എന്തൊക്കെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ തരണം ചെയ്ത് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് ഓരോ കുടുംബങ്ങളും കടന്നു പോയതെന്നറിയാമോ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ദൈവം നമ്മളെ ഈ കുഞ്ഞു അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നിങ്ങനെയൊക്കെ അങ്ങ് മാറ്റി വിടുന്നില്ലേ. അതുകൊണ്ട് വലിയ പ്രശ്നവും സങ്കടമൊന്നുമില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ സംസാരിക്കുമ്പോൾ തൊണ്ടയ്ക്ക് നല്ലതായിട്ട് വേദനയുണ്ടേ. ഇപ്പോഴത്തെ പനി ഒരു ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. എന്തുവാ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും പനിയൊക്കെ വന്നാൽ തന്നെ അപ്പം തന്നെ മരുന്നൊക്കെ വാങ്ങിച്ചോളൂ കേട്ടോ, വെച്ചുകൊണ്ടിരിക്കാണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ കൃഷ്ണമോക്ക് പനി വന്നിട്ട് അവൾ 2-3 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആയെന്ന് പറഞ്ഞു. അതൊക്കെ കൂടെ കേട്ടതാണ് എനിക്ക് ഇത്രയും പ്രശ്നമായെന്ന് തോന്നുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ കൊച്ചിന് വയ്യ, കൃഷ്ണമോക്ക് വയ്യ, പനിയായിരുന്നു, ആശുപത്രി അഡ്മിറ്റാന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഭയങ്കര വിഷമമായി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലി മെമ്പറായ വേറൊരു മോക്കും അതുകൊണ്ട് തന്നെ ഇച്ചിരി വയ്യാഴികയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആൻജിയോഗ്രാം ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ 2 കാര്യം കൂടെ കേട്ടപ്പോഴത്തേനും എനിക്ക് മനസ്സിനൊരു ഭയങ്കര വിഷമമായി പോയി. അതാന്ന് തോന്നുന്നു എനിക്ക് ഇത്രയും പനി കൂടുതലായെന്ന് തോന്നുന്നു കേട്ടോ. കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള ഓരോരുത്തർക്കും വയ്യാഴിക വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഭയങ്കര പിടിച്ച് നിൽക്കാനൊരു ബുദ്ധിമുട്ടാകും. ഇതുകൊണ്ട് ഈ സംസാരിക്കുമ്പോൾ തന്നെ എൻ്റെ കണ്ണെന്ന് പറയുന്നുണ്ട്, തൊണ്ടയ്ക്ക് ഒരു ഭയങ്കര പ്രശ്നമുണ്ട്. 2-3 ദിവസമായിട്ട് വാട്സപ്പ് ഒന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ മെസ്സേജ് ഇട്ടവരൊക്കെ വിചാരിക്കും ഇതെന്നാ ഈ സിന്ധുമ്മ റിപ്ലൈ ഒന്നും തരാത്തതെന്നൊക്കെ. അപ്പോൾ 2-3 ദിവസമായിട്ട് വാട്സപ്പും കാര്യങ്ങളും ഒന്നും നോക്കിയിട്ടില്ല. എനിക്ക് ഫോണിലോട്ട് നോക്കാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. ഫോണിൽ നോക്കുമ്പോൾ കണ്ണിന് ഭയങ്കര ഇറിറ്റേഷനായിരുന്നു. അതുകൊണ്ട് ഫോണിലൊന്നും നോക്കുന്നില്ലായിരുന്നു. പിന്നെ എന്നാ എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ. എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ ചേട്ടായി നിൽക്കുന്നതൊക്കെ ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്തിട്ട് അതാ വിഷുവിൻ്റെ അന്ന് രാവിലെ തന്നെ എന്തെങ്കിലും ഒരു കുഞ്ഞിതാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഇട്ടത് കേട്ടോ. പിന്നെ എന്നാ പറയുന്നത്, എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുക വീട്ടിലോട്ട് ചെല്ല, അങ്ങോട്ട് ചെല്ല, ഇങ്ങോട്ട് ചെല്ലെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനും ഇച്ചിരി മടുപ്പ്. അതിനെക്കാട്ട് എങ്ങനെയെങ്കിലും കയറി പോകാമെന്ന് വെച്ചാൽ ഇങ്ങനത്തെ പനിയൊക്കെ ആയതുകൊണ്ടേ പെട്ടെന്ന് ചെന്ന് കഴിയുമ്പോഴത്തേനും എല്ലാത്തിനും കിട്ടും. കഴിഞ്ഞ ഒരു മാസം മൊത്തം സന്തോഷനോടെ എല്ലാത്തിനും പനി പിടിച്ച് ഒരു മാസം മൊത്തം അവർ അലട്ടി ചുമയും കാര്യങ്ങളും ഒക്കെ ആയിട്ടേ അതൊന്ന് കുറഞ്ഞു വന്നേ ഉള്ളൂ അവിടെ. അപ്പോൾ പിന്നെ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ശരിയാകത്തില്ലെന്ന് ഓർത്ത് ഞാൻ പോകാതിരിക്കുക. എല്ലാവരും മാറി വിളിക്കുന്നുണ്ട്. ഇവർ പിള്ളേർ പോയപ്പോൾ തന്നെ അന്ന് പറഞ്ഞായിരുന്നു, എടി നീ ഇങ്ങോട്ട് കയറി വാ, സുനിലിൻ്റെ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് പോയി സന്തോഷിനെ കൊണ്ട് കൂട്ടിക്കൊണ്ട് വരാമെന്നൊക്കെ. ഞാൻ ഒരിടത്തും പോകാതെ ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ ചേട്ടായി വരും. ഉച്ചവരെ ചേട്ടായിക്ക് കടയിലുള്ളൂ. നല്ല ദിവസങ്ങളിലൊക്കെ ഉച്ചവരേ ഉള്ളൂ. പക്ഷെ അന്ന് ഏതൊരു വിശേഷത്തിനാണെങ്കിലും 10 പൈസ കൂടുതൽ കച്ചവടം ഉണ്ട്. അതുകൊണ്ട് പിന്നെ ചേട്ടായി അങ്ങ് പോകുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ആകുമ്പോൾ ഉണ്ണാറാകുമ്പോഴത്തേനും സാധാരണ വരാറ് പതിവ്. അപ്പോൾ ഇന്ന് കടയിൽ നിന്ന് തന്നെ ചോറും ഒക്കെ കഴിച്ചിട്ട് വരും. അവിടെയും ഈ പറഞ്ഞ കണക്ക് അവർ വിശേഷ ദിവസങ്ങളിലൊക്കെ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസൊക്കെ ആയിരിക്കും മേടിച്ച് കൊടുക്കുന്നത്. പിന്നെ എൻ്റെ കൂടെ വന്നിരുന്ന് കഴിക്കണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ലേശം കുറച്ച് കഴിച്ചിട്ടൊക്കെ വരാറാ പതിവ്. അങ്ങനെ അല്ലെങ്കിൽ ഇന്ന് ഉണ്ണാതെ പറഞ്ഞേ ഇവിടെ എല്ലാവരും ഉണ്ടേ, ഉണ്ണാതെ അവിടെ ഉണ്ടുണ്ട് ഇങ്ങോട്ട് പോരേന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോഴായിരിക്കും ഉണ്ണാതൊക്കെ വരുന്നേ. അപ്പോൾ ഇന്ന് ചേട്ടാക്കി അവിടെ തന്നെ ആയിരിക്കും ഫുഡ്. നമുക്കിന്ന് വിഷു സ്പെഷ്യൽ കഞ്ഞിയും പയറുമാണ് കേട്ടോ. അല്ല അതല്ലേ പനിക്ക് ആരോഗ്യം, അതാ പനിക്ക് പറ്റത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ കഞ്ഞിയും പയറുമാണ് വെച്ചേക്കുന്നത്. പിന്നെ എന്നാ വിശേഷങ്ങൾ, ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് നമ്മുടെ ഒരു ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ പരിസരത്തോട്ട് കയറാൻ പറ്റത്തില്ല, അത്യോണൊക്കെ തിരക്കായിരുന്നു കാര്യങ്ങളായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ആളായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഒത്തിരി പേര് ഫോൺ വിളിച്ച് വിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫോൺ എടുക്കാഞ്ഞിട്ട് ചേട്ടാനെ വിളിച്ചിട്ടൊക്കെ ആണെങ്കിലും ഒത്തിരി പേര് വിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി താങ്ക്സ്. എനിക്ക് ഫോൺ എടുക്കാനും സംസാരിക്കുമ്പോഴത്തേനും ഒരു 50 ചുമ വരും, അല്ലെങ്കിൽ ജലദോഷം കാരണം അത് ഇറിറ്റേഷനാവും. അതുകൊണ്ടൊക്കെയാണ് ഞാൻ കോളൊക്കെ എടുക്കാണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. പിന്നെ ഈ പ്രാവശ്യം ഉണ്ടല്ലോ
ചേട്ടായി എനിക്ക് കൈനീട്ടം തന്നു. സാധാരണ ഞാൻ വീട്ടിൽ പോകുമ്പോഴത്തേനും അവരെല്ലാവരും കൈനീട്ടം തരുമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വരുമോ, കുമാരി ചേച്ചിയോ പിള്ളേർ ആരെങ്കിലും ഒക്കെ ഇറങ്ങി വന്ന് കൈനീട്ടം. ഏതായാലും ദൈവം സഹായിച്ച് ഈ പ്രാവശ്യം ആരും പോകുന്നേ ചെയ്യില്ല. അപ്പം ഞാൻ ഓർക്കുമായിരുന്നേ, നമ്മൾ വിഷുവോടെയൊക്കെ ഉണ്ടാക്കി വയറ് നിറച്ച് കഴിച്ചിട്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒക്കെ വഴി വരും. നമ്മളൊന്നും ഉണ്ടാക്കാത്ത ദിവസം ആരും ഒന്നും കൊണ്ടു തരത്തില്ലല്ലോ അത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സാധാരണ കുമാരി ചേച്ചിക്കാണേലും കൊണ്ടുവരുന്ന ഉണ്ടാക്കിക്കൊണ്ട് ഈ പ്രാവശ്യം ആരും വന്നിട്ടില്ല. അപ്പം ഞാൻ മനസ്സിൽ കരുതി ചിലപ്പോൾ ദൈവത്തിൻ്റെ ഭഗവാന്റെ കളിയായിരിക്കും, ഇവിടെ പരിയാ പോണ്ട അത് അവരുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ആരും ഇന്ന് വന്നിട്ടില്ല. അല്ലെങ്കിൽ കുമാരി ചേച്ചിയൊക്കെ ഇറങ്ങി വരുകയും കൈനീട്ടം തരുമൊക്കെ ചെയ്യുന്നത്. ഈ പ്രാവശ്യം ആരും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആർക്കും കൈനീട്ടം കൊടുക്കേണ്ടിയും വന്നിട്ടില്ല. പിന്നെ താഴെ കുഞ്ഞുങ്ങൾക്ക് കൈനീട്ടം എനിക്ക് കൊടുക്കണമെന്നുണ്ടായിരുന്നു ഞാൻ, പക്ഷേ കുഞ്ഞുങ്ങളെ വിളിച്ച് കയറ്റിയില്ല. കാരണം ഇതേ പകരുന്ന പനിയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. കൈനീട്ടമൊക്കെ ഇന്നലെ നാളെയാണേലും നമുക്ക് കൊടുക്കാം അല്ലേ. അപ്പം പനിയൊക്കെ പിടിച്ച് കഴിഞ്ഞ് താഴെയും കഴിഞ്ഞ ആഴ്ച മൊത്തം പനിയായിരുന്നു. 2 ആഴ്ച ചേച്ചിക്കും പിള്ളേർക്കും എല്ലാം പനിയായിട്ട് ഒട്ടും വയ്യാത്ത അവസ്ഥയായിരുന്നു. ചേച്ചിയൊക്കെ ചുമയായിരുന്നറിയോ. നാടൻ മുട്ടയൊക്കെ മേടിച്ച് ഞാൻ ഇവിടുന്ന് കൊടുത്ത് ചുമയൊക്കെ മറ്റേ ആളിനോടോ ഒക്കെ ഇട്ട് കഴിക്കാൻ പറഞ്ഞേ. അങ്ങനെ അതേപോലൊക്കെ ചുമയായിരുന്നു അവിടെ. അപ്പോഴൊക്കെ നമുക്ക് വലിയ പ്രശ്നം ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ഇതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സ് പെട്ടെന്ന് ഇതാവും. വിഷമം വന്നു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് അസുഖം വരും. ഇപ്പോൾ അവിടെ പോയി ആ മരണം കണ്ടതും പിന്നെ ഈ നമ്മുടെ 2 കുഞ്ഞുങ്ങൾക്ക് വയ്യെന്ന് പറഞ്ഞത് കേട്ടതും ഒക്കെ പ്രശ്നമായി പോയത്. ജീവിതത്തിലുണ്ടല്ലോ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അല്ലേ നമ്മുടെ അച്ഛനമ്മമാരുടെ കയ്യിൽ നിന്ന് നമുക്ക് കൈനീട്ടം കിട്ടുന്നത്. അത് 1 വെള്ളി രൂപയാണെങ്കിലും എന്തൊരു സന്തോഷമുള്ളൊരു കാര്യം അല്ലേ. രാവിലെ എണീറ്റ് ഞങ്ങളുടെ വീട്ടിലങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാച്ചനും അമ്മയും കൂടെ രാവിലെ വിളക്കൊക്കെ കത്തിച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ രൂപയും 50 പൈസ 25 പൈസയും 20 പൈസയും അന്ന് അതൊക്കെയാണ് വലിയ പൈസകൾ. അതിനുള്ള ശേഷിയേ ഉള്ളൂ. പക്ഷെ അതിനൊരു ഭയങ്കര മൂല്യം ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ 500-ന്റെ 1000-ന്റെയും 10,000-ന്റെയും ഒന്നും മാതിരി അല്ല. അതിനൊരു ഭയങ്കര വില ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും കൈനീട്ടം തരുമായിരുന്നു. അതുകൊണ്ട് ഇപ്പം എൻ്റെ ചാച്ചൻ ഈ ഭൂമിയിലില്ല. അതാ ഞാൻ പറഞ്ഞത്, ജീവിതത്തിൽ നമുക്ക് നമ്മുടെ അച്ഛനമ്മമാരുള്ളപ്പോൾ 1 രൂപയാണേലും കൈനീട്ടം തന്നാൽ അത് വലിയൊരു പുണ്യമായിട്ട് കരുതി നമ്മളെല്ലാവരും സന്തോഷത്തോടെ സ്വീകരിക്കണം. പിന്നെ അതുകൊണ്ട് തന്നെ ഇനിയുള്ള വർഷങ്ങളിലും അങ്ങനെ കിട്ടണേ, നമ്മുടെ അച്ഛനമ്മമാരിൽ നിന്ന് കിട്ടണേ, അവർ ദീർഘായുസോടെ ആരോഗ്യത്തോടെ ഇരിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. അതൊക്കെ വലിയ കാര്യമല്ലേ. ശരിക്കും വലിയ കാര്യം തന്നെയാണ്. അത് 1 വെള്ളി രൂപയാണ്. അതാണ് യഥാർത്ഥ കൈനീട്ടം. അല്ലാതെ ഇപ്പം നമ്മൾ എന്നാ പറയുന്നത് പൈസ ആകുന്നതിനനുസരിച്ച് 500-ഒന്നും 1000-ഒന്നും അതൊക്കെ കൊടുക്കുന്നത് ഒരു പരിധിവരെ ഇച്ചിരി ചാടാം പൊങ്ങച്ചം അതൊക്കെ പറയാൻ പറ്റത്തുണ്ടല്ലേ. സത്യമല്ലേ. അതൊന്നുമല്ല. കൈനീട്ടം എന്ന് പറഞ്ഞാൽ 1 വെള്ളി രൂപയാണ്. ആ വെള്ളി രൂപ ഒരു അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനോട് ഭാഗ്യം വേറെ ഒന്നുമില്ല. കാരണം നമ്മുടെ അപ്പനും അമ്മയും ജീവനോടെ ഉള്ളിടത്തോളം കാലേ നമുക്കത് തരത്തുള്ളൂ അല്ലേ. സത്യമല്ലേ. എനിക്കിന്നിപ്പോൾ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടാത്ത, അമ്മ ചിലപ്പോൾ 1 രൂപയായിരിക്കും, മിക്കവാറും 1 രൂപയായിരിക്കും തരുന്നത്, അല്ല 10 രൂപയായിരിക്കും തരുന്നത് കേട്ടോ. പക്ഷെ തരും. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് പോകാനും മേടിക്കാനും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അമ്മയ്ക്ക് കൊടുക്കാനും പറ്റിയിട്ടില്ല. അതൊരു വിഷമമുണ്ട്. പക്ഷെ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഈ പറഞ്ഞ കീടെ എല്ലാം വയ്യാഴികയും കാര്യങ്ങളുമായിരുന്നു. നമ്മുടെ ശരീരത്തിൽ എന്തേലും ഈ അണുക്കളുണ്ടെങ്കിൽ അത് മറ്റൊരാളിലൂടെ പെട്ടെന്ന് കീറിപ്പിടിക്കും. പ്രതിരോധ ശക്തിയും കൂടി ഇല്ലാതായതുകൊണ്ടേ അതുകൊണ്ടാണ് ഞാൻ പിന്നെ മനഃപൂർവ്വം പോകാത്ത, ഇടയ്ക്കോട്ട് കൊടുക്കാതെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് 1-ാം തീയതി ആയിട്ടുണ്ടല്ലോ, ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴേ നമ്മുടെ വീട് ഇത്ര നേരമായിട്ട് ആരും വന്ന് 1-ാം തീയതി കയറിയില്ലായിരുന്നു. സാധാരണ കല്യാണിയോ ആര്യനൊക്കെയാണ് കേട്ടോ 1-ാം തീയതി കയറാറുള്ളത്. ഇതിപ്പം വന്നത് നമ്മുടെ അക്കരെ താമസിക്കുന്ന തങ്കമണി ചേച്ചിയുടെ മരുമോനും പിന്നെ ജോവിൻ്റെ കൊച്ചും പുള്ളിക്കാരൻ്റെ കൊച്ചുകൂടെ വന്ന് സ്കൂട്ടിയിൽ കേട്ടോ. സുനിലെണ്ണ ഓയോ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവരാണ് ഈ പ്രാവശ്യം 1-ാം തീയതി കയറിയേക്കുന്നത് കേട്ടോ. എൻ്റെ ദൈവമേ. തട്ടുമുട്ട് കേൾക്കുന്നുണ്ടല്ലേ. സേവരിയൻ്റെ അവിടെ പണി നടക്കുന്നുണ്ട്, അതിൻ്റെയാണ് കേട്ടോ തട്ടുമുട്ട് കേൾക്കുന്നത്. ഞാൻ കഥവ് തുറന്നിട്ടേക്കാം. എനിക്ക് കഥവും കൂടെ അടച്ചിടുമ്പോഴത്തേനും ഭയങ്കര വിമ്മിഷ്ടം മുളക്ക്. അതുകൊണ്ട് കഥ തുറന്നിട്ടേക്കാണ്. ഈ വയ്യാഴിയും കാര്യങ്ങളും ഉള്ളപ്പോൾ എനിക്ക് കഥകൊക്കെ തുറന്ന് കിടക്കണം, ജനലെല്ലാം തുറന്ന് കിടക്കണം, വെട്ടവും കാറ്റും വെളിച്ചവും എല്ലാം കയറണം. അതൊക്കെ എൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ്. അപ്പോൾ അങ്ങനെ പിന്നെ അപ്പോൾ അടുത്ത വർഷം നമുക്ക് നന്നായിട്ട് ആഘോഷിക്കാനൊക്കെ പറ്റട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇത്രയും വയ്യാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്കും കയറി പോകുന്നില്ല. ചേട്ടായി വരുമ്പോൾ എന്തെങ്കിലും ഇച്ചിരി കഞ്ഞിയും പേരൊക്കെ കുടിച്ച് റെസ്റ്റ് എടുക്കാം. 2 ദിവസം കൂടെ പനിയൊക്കെ പൂർണ്ണമായിട്ട് വിട്ട് മാറട്ടെ ശരീരത്തിൽ നിന്ന്. പിന്നെ നിങ്ങളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് വിഷു ആഘോഷിച്ചെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. ചില വീടുകളിലൊക്കെ വിഷുവൊന്നും ആഘോഷിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൂടെയൊക്കെ പോയ വീടുകളൊക്കെ ഉണ്ടാവും. അടുത്ത വർഷം നമുക്ക് അതെല്ലാം കൂടെ മാറ്റി അടിപൊളിയായിട്ട് ആഘോഷിക്കാനായിട്ട് ദൈവം അവസരം തരട്ടെ, ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഓരോ മനുഷ്യർക്കും ഓരോ സാഹചര്യമല്ലേ. എപ്പോഴും എല്ലാ വർഷവും ഒരേ കണക്കായിരിക്കണമെന്നില്ല. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ നല്ല വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ആഘോഷിച്ചത് അല്ലേ. ഉറങ്ങുന്നില്ല നിങ്ങൾ.
പക്ഷെ ഈ വർഷം പറ്റിയില്ല. സാരമില്ല. പക്ഷേ എന്നാലും എനിക്ക് സന്തോഷം തോന്നി. രാവിലെ 1-ാം തീയതിയായിട്ട് ചേട്ടായിക്കും കുറേ ദിവസമായിട്ട് ചുമയാണ്. ഈ ആടലോടകോ ഈ കയ്പ് എല്ലാം പൊടിച്ച് മുട്ടയ്ക്കകത്തൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ചേട്ടായിക്ക് ഈ ശ്വാസം മുട്ടോടെ ഉള്ളതുകൊണ്ടേ പൊടിയുടെ അലർജിയും കൂടെ കൊണ്ട് പറ്റുന്നില്ല. അതിങ്ങനെ ചുമച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. അപ്പം ഇന്ന് രാവിലെ ആ ചുമയാണെങ്കിലും എണീറ്റ് തന്നെ വെള്ളം ചൂടാക്കി കുളിച്ച് ഇന്നലെ വൈകിട്ട് വന്നപ്പോൾ കണിക്കൊന്നേപ്പൂവൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ കേട്ടോ, നല്ല സാധാ അല്ല, അതൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് തന്നെ മറ്റേ നമ്മുടെ പണികൂടാരമൊക്കെ ഇങ്ങനെ ഒന്ന് ഇതാക്കി സെറ്റാക്കി വിളക്കൊക്കെ കത്തിച്ച് അത് കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. കാരണം നമ്മുടെ ഒരു വിഷമം മനസ്സിലാക്കുന്നവരായിരിക്കണം നമ്മുടെ പങ്കാളികൾ. നമുക്ക് വയ്യാത്ത ഒരു സ്റ്റേജാണ്, നമുക്ക് വിളക്ക് എത്തിക്കാൻ പറ്റത്തില്ലാത്ത ഒരു സ്റ്റേജാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അവരതൊന്ന് ചെയ്ത് മുമ്പോട്ട് വരണം അല്ലേ? നല്ല കാര്യമല്ലേ? അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. പിന്നെ പിള്ളേർ വിളിച്ചിട്ടുണ്ടായിരുന്നു, സുധാമ വിളിച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ എല്ലാ കുടുംബത്തിലും ഈ വർഷം ഐശ്വര്യവും സമൃദ്ധിയും സമ്പൽ സമൃദ്ധിയും എല്ലാം ഉള്ള ഒരു വർഷമായി മാറട്ടെ. ഒരുത്തർക്കും അസുഖത്താലുള്ള ഒരു പീഡയോ അല്ലാതെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും വിഷമം അനുഭവിക്കാതെയും ദുരിതം അനുഭവിക്കാതെയും ഒക്കെ എല്ലാ കുടുംബത്തിലും സമാധാനവും ശാന്തിയായിട്ട് മുമ്പോട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തന്നെയുള്ള ഒരു നല്ലൊരു വർഷമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ ഒത്തിരി 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 പേര് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടും പരീക്ഷയുടെ വിജയം കാത്തിരിക്കുന്നവരും അങ്ങനെയൊക്കെ ഉണ്ട്. അവർക്കൊക്കെ നല്ലൊരു വർഷമായി മാറട്ടെ. അവരൊക്കെ ആഗ്രഹിക്കുന്ന മാതിരിയുള്ള എല്ലാം കൊണ്ടും നല്ലൊരു വർഷമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പം മേഡം ഒന്നായി ഇന്ന് ഈ വിഷു പുലരിയിൽ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ വീഡിയോ ഇന്ന് ഞാൻ മൈൻഡപ്പ് കൊടുക്കുകയാണ്. കാരണം ശരീരത്തിൻ്റെ ക്ഷീണത്തിൻ്റെ ഒരു ആവശ്യതയൊക്കെ കൊണ്ടാണ്. അപ്പം നാളെ വേറെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടത്തിൽ അവനോട് ഒന്ന് ഇടിച്ചു പൊട്ടിക്കുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.